ഹലോ ഗൈസ്, വെൽക്കം ടു ലല്ലൂസ് കിച്ചൺ. നമ്മൾ ചിക്കൻ ബ്രോസ്റ്റഡിൻ്റെ ഒരു റെസിപ്പിയാണ് നമ്മളിപ്പോൾ ഇടുന്നത്. നമ്മളിതിൻ്റെ ഷോർട്ട് വീഡിയോ മുന്നിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ അടുത്ത് രണ്ടുപേർ വന്ന് ചോദിച്ചു, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഇടുമോ, ഷോർട്ട് വീഡിയോയിൽ കറക്റ്റായിട്ട് അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 1.25 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ആ പാലിലോട്ട് നമ്മൾ 1 സ്പൂൺ വിനേഗർ ഒഴിച്ചു കൊടുത്തേക്കാണ്. വിനേഗർ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ബട്ടർ മിൽക്കായിട്ട് നമ്മൾ എടുക്കുകയാണ് ഒരു 15 മിനിറ്റിന് ശേഷം. അതിനുശേഷം നമ്മൾ അതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ നമ്മൾ കുറച്ച് ഉപ്പും പിന്നെ അതിനുശേഷം നമ്മളുടെ ബേക്കിംഗ് സോഡയില്ലേ അത് ഒരു 1/4 ടേബിൾ സ്പൂണും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നമ്മളുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചിക്കൻ നമ്മൾ ജസ്റ്റ് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ ഇതിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒരു 4 മണിക്കൂറോളം ഫ്രീസറിൽ വെക്കണം കേട്ടോ. എന്നിട്ട് മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 4 മണിക്കൂറിന് ശേഷം നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മുക്കിയെടുക്കാനുള്ള സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ മൈദയാണ് എടുത്തേക്കുന്നത് കേട്ടോ. നമ്മൾ 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. മൈദ എടുത്തതിന് ശേഷം അതിലോട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരച്ചതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഒരു മുട്ട ചേർത്തിട്ടുണ്ട്. പിന്നെ കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ തണുത്ത വെള്ളം, അതായത് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളമാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തണുപ്പുണ്ടെങ്കിൽ അത്രയും ബെറ്റർ കേട്ടോ. എന്നിട്ട് നമ്മൾ പഴംപൊരിക്കൊക്കെ മുക്കിയെടുക്കുന്നൊരു മാവില്ലേ, അതേ ഒരു പരുവത്തിലാക്കിയെടുക്കാം. പിന്നെ അതിനുശേഷം നമ്മൾ വേറൊരു പാത്രത്തിൽ ഇതുപോലെ തന്നെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതിലോട്ട് നമുക്ക് ഉപ്പും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തേക്കും പൊടി ആയതുകൊണ്ട് ആവണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളുടെ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുള്ള 4 മണിക്കൂർ ഫ്രീസറിൽ വെച്ച ശേഷം എടുത്തിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് നമ്മൾ ഈ മൈദയുടെ ഈ മാവിലോട്ട് മുക്കിയെടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഈ പൗഡറിലോട്ടും നമ്മൾ മുക്കിയെടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗവും ഇങ്ങനെ നനഞ്ഞിരിക്കരുത്. എല്ലാ ഭാഗത്തും നമ്മൾ കവർ ചെയ്ത് കൊടുക്കുക. ഈ പൊടി എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നല്ല തിളച്ച വെളിച്ചെണ്ണയിലോട്ടിട്ടിട്ട് വറുത്തെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നല്ല തിളച്ചതായിരിക്കണം. നമ്മളിത് ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് ഭയങ്കര തീ കുറച്ചിട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഉള്ളു വേവാതിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ബ്രോസ്റ്റഡ് ചിക്കനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നമ്മളുടെ ചിക്കിങ്ങിന്നോ KFCന്നോ വാങ്ങുന്ന പോലെ തന്നെ ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഭയങ്കര ടേസ്റ്റുള്ള റൈറ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഫ്രഞ്ച് ഫ്രൈസും മയോണൈസൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അറിയിക്കണേ. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.